ശേഷമായിരിക്കും ഇത്തരത്തിൽ സർക്കാരിന് ഈ റിപ്പോർട്ട് കൈമാറുക. ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയ ശേഷമായിരിക്കും ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമാകുക. കഴിഞ്ഞ മാസം 23-നാണ് ആദ്യ റിപ്പോർട്ട് SIT MR അജിത് കുമാറിനെതിരായിട്ട് ഇത്തരത്തിൽ DGPക്ക് കൈമാറിയത്. എന്നാൽ DGP ആ റിപ്പോർട്ട് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനോ മന്ത്രിക്കോ കൈമാറിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. എന്തായാലും പുതിയ റിപ്പോർട്ട് ഇന്നലെ SIT DGPക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്മേൽ ADGPയുടെ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണത്തിന് ശേഷം ഈ വ്യക്തമായിട്ട് തന്നെ ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും UDF-നകത്തും കോൺഗ്രസിനകത്തും ഒക്കെ തന്നെ ഈ MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും ഇന്ന് AD തോമസ് MLA-യും മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ അവർ കാണുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ കൂടിക്കാഴ്ച നടന്നിരുന്നില്ല. ഇന്ന് അതിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരാതികളും ഒക്കെ തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. ആദ്യം കേസ് അന്വേഷിച്ചിരുന്ന സംഘം തന്നെ MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിരുന്നു SITക്ക്. അതായത് കേസ് ഡയറി അടക്കം തിരുത്തിക്കൊണ്ട് MR അജിത് കുമാർ ഈ കേസിൽ ഒരു അട്ടിമറി നടത്തി എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ SIT MR അജിത് കുമാറിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. എന്നാൽ വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ മാസം 23-ന് DGPക്ക് കൈമാറിയിരുന്നെങ്കിലും ADGP MR അജിത് കുമാറിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് ഇതുവരെ സർക്കാരിന് കൈമാറിയിട്ടുമില്ലായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ വീണ്ടും SITയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ആ റിപ്പോർട്ട് ഇന്നലെ SIT വേഗത്തിൽ തന്നെ DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഇതിൽ MR അജിത് കുമാറിന്റെ കൂടി വിശദീകരണം വന്ന ശേഷമായിരിക്കും വ്യക്തമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറുക. ആ റിപ്പോർട്ടിന്മേലായിരിക്കും സർക്കാർ എന്തായാലും MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുക. ദീപ്തി, ശരി. എന്തായാലും ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ADGP MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടും. വിശദീകരണം കൂടി ലഭിച്ചതിന് ശേഷമാകും DGP സർക്കാരിന് റിപ്പോർട്ട് നൽകുക. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. പലതവണയായി 1 മണിക്കൂറിലേറെയാണ് കഴിഞ്ഞ രാത്രി വൈദ്യുതി മുടങ്ങിയത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും മഴ ലഭ്യത കുറഞ്ഞതുമാണ് പ്രതിസന്ധിയായത്. വരും ദിവസങ്ങളിലും നിയന്ത്രണം തുടരാനാണ് സാധ്യത. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, നമുക്കറിയാം ഒരു ദിവസം ഇപ്പോൾ 1-ലേറെ തവണയാണ് വൈദ്യുതി മുടങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിലും നമുക്കറിയാം KCB ഓഫീസിലടക്കം അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനിയും വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിസന്ധി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡും നേരിടുന്ന കാര്യമെന്ന് പറയുന്നത്. വൈദ്യുതി ലഭ്യത വളരെ രീതിയിൽ കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും വൈദ്യുതി നിയന്ത്രണം രാത്രി 7 മണി മുതൽ രാത്രി 10 മണി വരെ എന്നുള്ളതാണ് KCB അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു തവണ എന്നുള്ള നിലയിലാണ്. പക്ഷേ ഒരു സ്ഥലത്ത് തന്നെ 1-ലേറെ തവണ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇത് ഇന്നലെ 4-ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസങ്ങളിലും കണ്ടത്. അങ്ങനെ ഈ പല സമയങ്ങളിലായി 1 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്നത് എന്നുള്ളതാണ് ഈ പ്രതിസന്ധി ഏറ്റവും പ്രധാനമായത്. പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അരമണിക്കൂറാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു പറയുന്ന സമയത്തിനപ്പുറത്തേക്ക് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത നേരത്ത് കരണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് ഉണ്ടായത്. 7 മണിക്ക് ഒരിടത്ത് കരണ്ട് പോയാൽ പിന്നീട് 10 മണിക്ക് ശേഷം വീണ്ടും ആ ഭാഗത്ത് അരമണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ അത് 11 മണിക്ക് ശേഷവും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമൊക്കെ ശക്തമായി ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ ഒരു ആയുധമാക്കി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ അടക്കം സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷമായ വിമർശനവുമായി വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും KCBയും വൈദ്യുതി മന്ത്രിയും പറയുന്നത് പ്രതിസന്ധി തുടരും എന്നുള്ളത് തന്നെയാണ്. അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ് നിലവിൽ
ഉള്ളത്. പ്രത്യേകിച്ച് വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം നമുക്കറിയാവുന്ന പോലെ കാലവർഷം ഇത്തവണ സജീവമായി കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അത്ര കാര്യമായി മഴ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. സാധാരണ ഈ സമയത്ത് ഡാമുകളൊക്കെ അതിൻ്റെ ഒരു ജല സംഭരണ ശേഷിയിലേക്കൊക്കെ എത്തേണ്ട സമയമാണ്. പക്ഷേ മഴ കുറഞ്ഞത് വലിയ പ്രതിസന്ധിയായി വൈദ്യുതി ബോർഡിന് മുമ്പിലുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിസന്ധി മറികടന്നിരുന്നത് ഈ കേന്ദ്ര എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങിക്കൊണ്ടാണ്. പക്ഷേ അതും ഇപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ ഈ വൈദ്യുതിയുടെ ഉപഭോഗം വലിയ രീതിയിൽ കൂടിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ആ വൈദ്യുതി കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വാങ്ങിയ വൈദ്യുതി അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ആവശ്യവും കൂടി വന്നതോടുകൂടിയാണ് ഈ പ്രതിസന്ധി വലിയ രീതിയിൽ മുഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അത് പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു പരിധിവരെ കഴിയും. പക്ഷേ അതും സാധിക്കാത്ത സാഹചര്യമാണ്. മാത്രമല്ല വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു. 500 മെഗാവാട്ട് വരെയൊക്കെയാണ് ഈ പീക്ക് ലോഡിംഗ് സമയം 7 മണി മുതൽ 10 മണി വരെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ പീക്ക് ലോഡിംഗ് സമയത്തുള്ള വൈദ്യുതിയുടെ ഉപഭോഗത്തിലുള്ള വർധനവും ഈ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഏതായാലും KSEB ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം ഈ സമയത്ത് ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലെ വൈദ്യുതി അധികം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നുള്ളൊരു നിർദ്ദേശം KSEB നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഉപഭോഗം കൂടുന്നതനുസരിച്ച് ഈ ലോഡ് കൂടുകയും പിന്നീട് അത് വൈദ്യുതി തടസ്സത്തിലേക്കൊക്കെ പോവുകയും ചെയ്യും. അത്തരത്തിൽ ഈ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കണമെന്നൊരു നിർദ്ദേശം KSEB ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ നിയന്ത്രണം തുടരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഏതായാലും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ കാര്യക്ഷമത കുറവാണ് ഇത്തരത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞത് അല്ലെങ്കിൽ വൈദ്യുതി ലഭ്യതയ്ക്കപ്പുറത്തേക്ക് ഇത്തരത്തിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ പ്രതിപക്ഷം ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്നലെ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ഈ ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ളൊരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ കഴിഞ്ഞ LDF സർക്കാർ റദ്ദാക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു. ആ റദ്ദാക്കിയതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. ആ കരാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടാവുകയില്ലായിരുന്നു. മാത്രമല്ല നേരത്തെ കഴിഞ്ഞ മാസമാണ് കൂടുതൽ തുകയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്. ഏതായാലും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും മഴ എത്തിയില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പലതവണയായി 1 മണിക്കൂറിലേറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈദ്യുതി മുടങ്ങിയത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും മഴ ലഭ്യത കുറഞ്ഞതുമാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വരും ദിവസങ്ങളിലും നിയന്ത്രണം തുടരാനുള്ള സാധ്യതയാണുള്ളത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.